ഈ തൊലിക്കളർ ഇതൊക്കെ ഒരു നിസ്സാര പരിപാടികളാ. ഒരു തളച്ച വെള്ളം വീണ മോന്തേമയ്ക്ക് ഇവിടെ കഴിഞ്ഞായി ചിരക്കലും ഈ കാട്ടിക്കുട്ടിലും ഈ അഹങ്കരിക്കലൊക്കെ മോന്തൊന്ന് ടാറിൽ ഒഞ്ഞാൽ മതി റോട്ടി കൂടെ പോകുമ്പോ കഴിഞ്ഞ ഈ പരിപാടിയൊക്കെ. അതുകൊണ്ട് ആ പരിപാടി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അസ്സലാമലൈക്കും, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു പക്ഷേ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും എൻ്റെ ചാനലിലൂടെ ഞാൻ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടും. കാരണം നമ്മുടെ സുഹരി ഉസ്താദിനെ ഒരു ചാണായ സംഖി ഒരു ഫോട്ടോ വെച്ചിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാൻ പറയുന്നില്ല. അപ്പോൾ എത്രത്തോളം അതപ്പതിച്ചു പോയി ആ മനുഷ്യനെ, ഇതിനാണ് തന്തയില്ലായ്മ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഈ തൊലിക്കളർ ഇതൊക്കെ ഒരു നിസ്സാര പരിപാടികളാ. ഒരു തളച്ച വെള്ളം വീണ മോന്തേമയ്ക്ക് ഇവിടെ കഴിഞ്ഞായി ചിരക്കലും ഈ കാട്ടിക്കുട്ടിലും ഈ അഹങ്കരിക്കലൊക്കെ മോന്തൊന്ന് ടാറിൽ ഒഞ്ഞാൽ മതി റോട്ടി കൂടെ പോകുമ്പോ കഴിഞ്ഞ ഈ പരിപാടിയൊക്കെ. അതുകൊണ്ട് ആ പരിപാടി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതിന്റെ പേര് ഒരു വ്യക്തിയോട് എത്രയൊക്കെ എതിർപ്പുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ വ്യക്തിഹത്യ ചെയ്യാൻ പറ്റുമോ? ചാണക്യ ന്യൂസ് TV എന്നൊരു പേജ് ബഹുമാനപ്പെട്ട അൻസാരി സൂരി ഉസ്താദിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് തല വെട്ടിമാറ്റിയിട്ട് കുരങ്ങിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നു. എന്നിട്ട് അതിന്റെ ക്യാപ്ഷനും അറബി വേഷമിട്ട് ആലപ്പുഴയിലെ കരിങ്കുരങ്ങ് നാട്ടിൽ അത്ഭുതമായി മാറിയിരിക്കുന്നു എന്ന്. ഇതൊക്കെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇതൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവന്റെ മനസ്സിനുള്ളിലൊക്കെ കറുപ്പ് എത്രത്തോളം ആയിരിക്കും നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമുക്കൊരു വ്യക്തിയോട് ഏത് നിലക്കും ചിലപ്പോൾ എതിർപ്പുണ്ടാകും, എങ്ങനെയും എതിർപ്പുണ്ടാകും. പക്ഷെ അത് ഈ രീതിയിലൊക്കെ വ്യക്തിഹത്യ ചെയ്യണമെങ്കിൽ ഇവന്റെയൊക്കെ മനസ്സെന്തായിരിക്കും? ഈ വീഡിയോയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് നിങ്ങൾ എല്ലാവരും മുഴുവനായും കാണണം. ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് അൻസാരി സൂരി ഉസ്താദ് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഫസ്റ്റ് കണ്ടിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. അൻസാരി ഉസ്താദിന്റെ ഫോട്ടോ എടുത്ത് വെച്ച് തലവെട്ടി മാറ്റിയിട്ട് അവിടെ പന്നിയുടെ ഫോട്ടോ വെക്കുന്നുണ്ടാവും. ഇത് കാണുമ്പോ അല്ലാ, ടെൻഷൻ വേണ്ട. നമ്മുടെ തലവെട്ടി മാറ്റിയിട്ട് അവിടെ കുരങ്ങന്റെ ഫോട്ടോ വെക്കുന്നുണ്ടാവും. ആരെങ്കിലും ഒരാൾ ട്രോൾ ചെയ്യപ്പെടുമ്പോൾ നമ്മളങ്ങ് പേടിച്ചു പോലെ, ആരെങ്കിലും പരിഹസിച്ചാൽ പേടിച്ചു പോകേണ്ടവനാ നമ്മള് അല്ല. പറയുന്ന ആശയത്തിൽ ദൃഢതയോടുകൂടി നമ്മൾ ഉറച്ചു തരും. ചീത്ത വിളിക്കും, പരിഹസിക്കും, ആക്ഷേപിക്കും, നമ്മുടെ പേരിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞുണ്ടാക്കും. അപ്പോഴെല്ലാം പാറ പോലെ ഇസ്സത്തോടുകൂടി നമ്മൾ പറഞ്ഞ ആശയത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ആശയത്തിൽ ഉറഞ്ഞു നിന്നാലോ കാലാന്തരത്തിൽ നമ്മളെ ഓർക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടാകും. അതാണ് ഞാൻ തുടക്കത്തിൽ യാസീൻ സൂറത്തിലെ ആ ഭാഗം എഴുതി. ഏതാ ഭാഗം ഞാൻ ഓതിയത്? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. നിങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് പോയ കാര്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ഓർമ്മയുണ്ട്. അത് നമുക്ക് ശേഷം വരുന്ന ജനതയോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുക തന്നെ ചെയ്യും. അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ. ഒറ്റ കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ സത്യത്തിനൊപ്പമാണ് എങ്കിൽ, ശരിക്കൊപ്പമാണ് എങ്കിൽ, നിങ്ങൾക്ക് ഈ മൂക്കിപ്പൊടി എന്ന് പറയുന്ന സാധനം അറിയോ? നമ്മളിങ്ങനെ വലിക്കുന്ന ചില ആളുകൾ, നിങ്ങളുടെ നാട്ടിൽ വലിക്കും അങ്ങനെ ആളുകൾ, ആ മൂക്കിപ്പൊടി. ഇത് ആദ്യം വലിക്കുന്ന സമയത്ത് പിടുത്തം വിട്ട തുമ്മല, ഭയങ്കര തുമ്മല. സുറുമ ആദ്യമായിട്ട് എഴുതുമ്പോൾ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞെഴുതും. എല്ലാ ദിവസവും സുറുമ ഇട്ടാലാ കണ്ണീന്ന് വെള്ളം വരില്ല. എല്ലാ ദിവസവും മൂക്കിപ്പൊടി വലിച്ചാലാ അവന്റെ അടുത്ത് നിൽക്കുന്ന ആള് അവനൊരു 150 തുമ്മലും ഇവന്റെ മൂക്കിപ്പൊടി വലിച്ചിട്ട് അങ്ങനെ ബസ് സ്റ്റോപ്പിലുള്ള മുഴുവൻ ആളുകളും തുമ്മും. അപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങൾ ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു വിഷയമേ അല്ല. നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കാണുന്ന വർഗീയത, വിദ്വേഷ പ്രചരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയ തന്നെ ഉള്ളടോ. സോഷ്യൽ മീഡിയക്കപ്പുറം സ്നേഹത്തിന്റെ ഒരു മഹാലോകം ഉണ്ടെന്നേ. എനിക്ക് പറയാനുള്ളത്, അൻസാരി സൂരി ഉസ്താദിന്റെ ആശയങ്ങളോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടാകും, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടാവും, അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എതിർപ്പുണ്ടാവും. അത് പല ആളുകൾക്കും പല ആശയം ഉണ്ടാവും, ആ ആശയങ്ങൾക്ക് എതിരഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ എങ്ങനെയാണ് നേരിടേണ്ടത്? ആശയങ്ങളെ കൊണ്ട് നേരിടണം. എന്തെങ്കിലും പറഞ്ഞാൽ ആ കാര്യത്തിന് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തണം. അല്ലാതെ ഈ രീതിയിലൊക്കെ, അതും അൻസാരി സൂരി ഉസ്താദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അൻസാരി സൂരി ഉസ്താദിന്റെ പ്രത്യേകത എന്താ? എല്ലാവർക്കും അറിയാം, അൻസാരി സൂരി ഉസ്താദ് ഒന്ന് സംഖ്യകൾക്കെതിരെ, പിന്നെ ഇസ്ലാമിനെതിരെ കടുത്ത എയ്റ്റ് പടച്ചു വിടുന്ന ആളുകൾക്കെതിരെ, ഇവർക്കെതിരെയാണ് അൻസാരി ഉസ്താദ് കാര്യമായിട്ട് വീഡിയോ ചെയ്യാറ്. ബാക്കി ഒരു കാര്യത്തിലും തലയിടാനോ ഒരു കാര്യത്തിലും പ്രശ്നം ഉണ്ടാക്കാനോ പോകുന്ന ആളല്ല അൻസാരി ഉസ്താദ്, എല്ലാവർക്കും അറിയാം. അത് മാത്രല്ല, ഇനിയിപ്പോ ഈ BJP-ന്റെ ആളുകൾക്കെതിരെ, അതുപോലെ ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾക്കെതിരെ, ഇവർക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ പോലും അൻസാരി ഉസ്താദ് എങ്ങനെയാണ് വീഡിയോ ചെയ്യാറ്? ഒരു മോശം വാക്ക് പോലും അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം യൂസ് ചെയ്യാറില്ല, ഒരു മോശം വാക്ക് പോലും. ഇപ്പോഴത്തെ ആളുകളൊക്കെ എങ്ങനെ വിമർശിക്കണം നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി. അതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് ഒരു മോശം വാക്ക് പോലും യൂസ് ചെയ്യാതെ വളരെ ലളിതമായിട്ട് വളരെ രസകരമായിട്ടാണ്, എന്ത് വലിയ ഹെയ്റ്റ് ആണെങ്കിലും എന്ത് വലിയ ആക്ഷേപമാണെങ്കിലും ഉസ്താദ് അതിന് തിരിച്ച് റിയാക്ട് ചെയ്യൽ ഈ രീതിയിൽ മാത്രമാണ് എപ്പോഴും. എന്നിട്ട് പോലും ഈ രീതിയിൽ അതൊക്കെ അവർക്ക് ഏൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരാളെയാണ് ഇവർ ഈ രീതിയിലൊക്കെ
ഫോട്ടോ ഉണ്ടാക്കുന്നത് പന്നിന്റെ തലയും കുരങ്ങന്റെ തലയൊക്കെ വെച്ചിട്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആശയത്തോട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിലാണ് പ്രതികരിക്കേണ്ടത്, അല്ലാതെ ഈ രീതിയിൽ ഒരാളെ വ്യക്തിഹത്യ ചെയ്യല്ല വേണ്ടത്. തീർന്നിട്ടില്ല. അൻസാരി സൂരി ഉസ്താദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുന്നേയും പലതവണ പറഞ്ഞിട്ടുണ്ട്, ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഉസ്താദാണ്. ഈ രണ്ട് കാറ്റഗറിയൊക്കെ BJP കാറ്റഗറി, പിന്നെ ഇസ്ലാമിനെതിരെ കടുത്ത് ഏറ്റ് പടച്ചു വിടുന്ന ഇവരല്ലാതെ എല്ലാവർക്കും അൻസാരി സൂരി ഉസ്താദിനെ കമന്റ് ബോക്സ് മാത്രം നോക്കിയാൽ മതി. ഹിന്ദുക്കളിൽപ്പെട്ട ആളുകളുണ്ടാവും, ക്രിസ്ത്യാനികളിൽപ്പെട്ട ആളുകളുണ്ടാവും, ഭയങ്കര രീതിയിൽ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യണേ. അതും എന്നെ പോലെയുള്ള ചെറിയ ആളുകൾ മുതൽ വലിയ ആളുകൾ വരെ ഉസ്താദിന്റെ ഓഡിയൻസിലുണ്ട്. അപ്പൊ ആ രീതിയിൽ വളരെ ലളിതമായിട്ട് കേരളത്തിലുള്ള എല്ലാവർക്കും ഒന്ന് ഉസ്താദിനെ അറിയാം. വളരെ ലളിതമായിട്ട് എല്ലാ കാര്യങ്ങളെയും എന്ത് വിമർശനമാണെങ്കിൽ പോലും അതിലൊന്നും ഒരു അസഭ്യ വാക്കോ ഒരു മോശം വാക്കോ പോലും യൂസ് ചെയ്യാതെ അത്രയും മാന്യമായിട്ട് വിമർശിക്കണ, മാന്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണ ആളാണ് ഉസ്താദ്. ഈ സംഭവം കണ്ടിട്ട്, ഈ എഡിറ്റ് ചെയ്ത ഫോട്ടോ കണ്ടിട്ട് ഒരു 5 വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. അതാദ്യം കാണിങ്ങൾ. ടെൻഷൻ വേണ്ട. ഇത് എന്തിന്റെ പേരിൽ ചെയ്താണെങ്കിലും അംഗീകരിക്കാൻ പാടില്ല, അംഗീകരിക്കരുത്. ആശയങ്ങളും തമ്മിൽ അവിടെ പോരാട്ടം. വ്യക്തികളിലേക്ക് ഒരാളെ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ ഒരിക്കലും അധിക്ഷേപിക്കരുത്. അത് അംഗീകരിക്കാൻ പറ്റില്ല, ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ആശയം പറയട്ടെ, നമ്മൾ അതിന്റെ മേലെ നമുക്ക് ആശയം ഉണ്ടെങ്കിൽ അത് പറയേ. ആശയങ്ങളും തമ്മിൽ പോരാടാൻ നിങ്ങൾക്ക് എന്തത്ര മടി? രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ ആശയപരമായിട്ടും എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയവും എല്ലാ ആശയവും ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല, എതിർപ്പുകൾ ഉണ്ടാവും. അതിന് വ്യക്തിഹത്യ ചെയ്യലല്ല അതിന്റെ മാർഗം. അദ്ദേഹത്തിന്റെ നിറത്തിന്റെ പേരിലല്ല അദ്ദേഹത്തിന് കളിയാക്കേണ്ടത്. ആരാണ് അവിടെ എല്ലാം തേഞ്ഞവരുള്ളത്? ഒന്ന് പറയുങ്ങള്, എല്ലാം തേഞ്ഞമാരൊക്കെ ആരുള്ളത്? എന്നാ പിന്നെ വല്ല ചില്ലും കൂട്ടിൽ കയറിയിട്ട് മെഴുകുതി എത്തിക്കണ എല്ലാവരെയും. അത്ര വലിയ പുണ്യാളന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ തൊലിക്കളർ ഇതൊക്കെ ഒരു നിസ്സാര പരിപാടികളുടെ ഒരു തളച്ച വെള്ളം വീണ മോന്തേമയ്ക്ക് വീണ കൈഞ്ഞറായി ചിരക്കലും ഈ കാട്ടിക്കൂട്ടിലും ഈ അഹങ്കരിക്കലൊക്കെ. മോന്തൊന്ന് ടാറിൽ ഒരഞ്ഞാൽ മതി റോട്ടിൽ കൂടെ പോകുമ്പോ കഴിഞ്ഞ ഈ പരിപാടിയൊക്കെ. അതുകൊണ്ട് ആ പരിപാടി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതിന്റെ പേരിൽ നിങ്ങൾ ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കോച്ചേരിയിലെ അമ്മായി പറഞ്ഞ പരിപാടി നമ്മളില് അംഗീകരിക്കില്ല കേട്ടോ ഒരു പരിപാടി. ഇതാണ് മനുഷ്യൻ. എത്ര കൃത്യമായിട്ടാണ് ഇദ്ദേഹം ഇത് പറഞ്ഞു വെച്ചത്. ഉസ്താദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉസ്താദ് ഇതേപോലെ പല ആളുകളെയും വിമർശിച്ചിട്ടുണ്ട്. ഹൈന്ദവ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ പല ആശയങ്ങൾക്കെതിരെയൊക്കെ വിമർശിച്ചിട്ടുണ്ട്. ഇനി അവര് ഉസ്താദിനെ വിമർശിച്ച് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ പോലും അത് ഉസ്താദ് ആ സെൻസിൽ അതേ രീതിയിൽ തന്നെ എടുക്കുള്ളൂ. അതിനും പിന്നെ വീണ്ടും കൃത്യമായിട്ട് ഉസ്താദ് മറുപടി കൊടുക്കും. അതും വളരെ മാന്യമായ രീതിയിൽ മാത്രമായിരിക്കും. അത് ആ രീതിയിൽ എടുക്കുന്ന ആളാണ് ഉസ്താദ്. എന്നിട്ട് ആ ഉസ്താദിനെ നേരെയൊക്കെ ഈ രീതിയിലൊക്കെ വ്യക്തിഹത്യ ചെയ്യണമെങ്കിൽ ഇയാളുടെ മനസ്സൊന്ന് ആലോചിച്ചാൽ മതി. അതും ഒരു പബ്ലിക് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യാണ്. എത്രത്തോളം കറുപ്പായിരിക്കും അയാളുടെ മനസ്സ് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മതി. പക്ഷേ ഇതുകൊണ്ടൊന്നും അൻസാരി ഉസ്താദ് തകരൂല, അൻസാരി ഉസ്താദ് തളരൂല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഈ അൻസാരി ഉസ്താദ് ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചല്ലോ, അൻസാരി ഉസ്താദ് പോസ്റ്റ് ചെയ്ത് പ്രശ്നമല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രശ്നമല്ല, അതൊന്നും നമ്മൾ ഏൽക്കൂല എന്ന രീതിയിൽ. അത് അൻസാരി ഉസ്താദ് ഈ വിഷയം കണ്ടിട്ട് പ്രതികരിച്ചതല്ല. ഈ പ്രശ്നം വരുന്നതിന്റെ ഒക്കെ 2-3 ദിവസം മുമ്പ് എങ്ങാനും ഉസ്താദ് ഈ ഒരു സംഭവം ഉസ്താദ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറെ കുട്ടികൾക്ക്, കുറെ ആളുകൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു സംഭവം. അതില് ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളാണിത്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം വരുന്നത്. അപ്പൊ എന്തായാലും ഉസ്താദ് ഒരിക്കലും ഈ വിഷയത്തിൽ തളരൂല. ഒരിക്കലും ഉസ്താദ് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഉസ്താദ് പിന്മാറൂല. അത് കഴിഞ്ഞ് ഇന്നും ഉസ്താദ് നല്ല അടിപൊളി ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഉസ്താദിനെ സംബന്ധിച്ച് ഏൽക്കൂല. ഉസ്താദ് കൃത്യമായിട്ട് ഉസ്താദിന്റെ ആശയം പറയും. അതുപോലെ BJP ഇവർക്കെതിരെയൊക്കെ എതിർക്കേണ്ട കാര്യങ്ങൾ എതിർക്കും. അതൊക്കെ ഉസ്താദ് ഇനിയും ഉസ്താദിന്റെ രീതിയിൽ തുടരുക തന്നെ ചെയ്യും. പിന്നെ ഇതുപോലത്തെ ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത്രയും വിഷവും ഇത്രയും മനസ്സ് കറുപ്പൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഗുഡ് നൈറ്റ്.